ഈ വീഡിയോ നോക്കിക്കേ, ഇതൊരു ചലഞ്ച് വീഡിയോ ആണല്ലേ. നമുക്ക് ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്താലും. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ചലഞ്ചാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ 40 സെക്കൻഡ് വരെ നിന്ന് ചലഞ്ച് വിജയിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര സെക്കൻഡ് നിൽക്കാൻ പറ്റുമോ നോക്കിയാലോ. വാ. ഈ ചലഞ്ചുമായിട്ട് പയ്യന്മാരടുത്ത് ചെന്നപ്പോഴത്തേക്ക് കിട്ടിയ അബദ്ധമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ ഒരു കാരണവശാലും തോറ്റു കൊടുക്കുന്നില്ല. ആദ്യം 2 പേര് എങ്ങനെയെങ്കിലുമൊക്കെ പോയി കുറേ നേരം കഴിഞ്ഞപ്പം. പക്ഷേ ബാക്കിയുള്ള 2 പൊന്നു മക്കളെ 43 മിനിറ്റ് അവന്മാർ നിന്ന് കളഞ്ഞു. ഞാൻ ഉപ്പാട് വന്നു. പിന്നെ ഇതിപ്പോൾ 28 എക്സിറ്റഡാണ് അടിച്ചു കളയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 3 മിനിറ്റിനകത്ത് ഇത് കണ്ട് തീർക്കാൻ പറ്റും. മറ്റേത് ഒരു രക്ഷയില്ല കേട്ടാ. ഇമാതിരി ഒരു വിധത്ത് വിട്ട് കളയില്ല. 2 പേരും അങ്ങ് ഈഗോ അടിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈയൊക്കെ കഴിച്ച അവസാനം ഞാൻ വേറൊരുത്തൻ്റെ ഏൽപ്പിക്കേണ്ടി വന്നു. ഈ വീഡിയോ ഫുള്ളിടാൻ കാര്യം, ഇത്ര അടിച്ചളഞ്ഞിടാൻ കാര്യം വേറെ ഒന്നുമല്ല. ആൾക്കാർ പറയും ചുമ്മാ ഉടായ്പാണ്, അവന്മാർ കൈ എടുത്ത് വെറുതെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അല്ല, ഇവന്മാർ കറക്റ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് ഇട്ട് അടിച്ച് കളയുന്നത്. അപ്പോൾ അവന്മാർ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നതല്ലേ, അതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. എന്തിനായാലും ഇവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പയ്യന്മാരെ നിന്ന് നമ്മളെ കെട്ടളവി കേട്ടോ. എന്നാലും വിട്ടുകൊടുത്തില്ല. ഒരു 43 മിനിറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമോ നിങ്ങളെ ജിമ്മിൽ? പിന്നെ പയ്യന്മാരൊക്കെ ചിലവന്മാരൊക്കെ നിന്നളയും വാശി പിടിച്ച്. അവസാനം ഇവന്മാർ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ഞാൻ റൂൾസ് തന്നെ ചേഞ്ച് ചെയ്ത് 2 കൈയും കൂടെ പൊക്കി വെച്ച് കാല് പിടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കൈ തളർന്നെങ്കിലും ഇവന്മാർ കാല് താക്കുമെന്ന് വെച്ചിട്ട്. എന്നിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, ഇനി ഇങ്ങനത്തെ ചെറിയ പരിപാടി ചലഞ്ചായിട്ട് കൊണ്ടുവരില്ല. ഇവന്മാർ ഒരു രക്ഷയില്ല, നിന്ന് ചെയ്യണം. ചെറിയ കാര്യമൊന്നുമല്ല, ഭയങ്കര പാടാണ്. എന്നാലും ഇങ്ങനത്തെ പരിപാടി ഇല്ല. ഫോണൊക്കെ പഴുത്തറേ. ഓ, അവസാനം ടൈം അടിച്ച പൊണ്ടി പോയാണ്. എന്നാലും അവൻ കുറേ നേരം അവസാനം വരെ പിടിച്ച് നിന്ന്. ഞാനും കുഴപ്പമില്ല. 2 പേരും പടമായി.